ادع إلى سبيل ربك بالحكمة والموعظة الحسنة. നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ ക്യാമ്പയിൻ തന്നെ, സമ്മർ ക്യാമ്പയിന്റെ വിഷയം തന്നെ, ടൈറ്റിൽ തന്നെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നതാണ്. അതിൽ തന്നെ നമ്മളുടെ ചർച്ചയുടെ മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ്. അപ്പോ നാം ഇപ്പോൾ തൗഹീദിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സമകാലികമായി മുസ്ലിം സമൂഹം തദ്ദേശീയമായിക്കോട്ടെ അന്താരാഷ്ട്രപരമായി ആയിക്കോട്ടെ ഒത്തിരി വെല്ലുവിളികൾ, ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ പോലും എന്തുകൊണ്ടാണ് തൗഹീദ് എന്നുള്ള വിഷയത്തെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ളതാണ് പലർക്കൊരു സംശയം ഉണ്ടാവും. എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് തന്നെ നിരന്തരം പറഞ്ഞു കുടുംബത്തിലും സമൂഹത്തിലും ഛിദ്രതയുണ്ടാക്കുന്ന ഒരു കൂട്ടരാണോ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിൽ കടന്നു വരാറുണ്ട്. ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ സാർ, ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇത്തരം ഒരു ചിന്താഗതി പൊതുവെ ജനങ്ങളിലൂടെ ഉണ്ട്. എന്നാൽ തന്നെ തൗഹീദ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ട് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട, അല്ല നമ്മളത് പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സമകാലികമായ വിഷയങ്ങൾ പലതും ചർച്ച ചെയ്യാനുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ തൗഹീദ് വിഷയം തന്നെ പലപ്പോഴായി തിരഞ്ഞെടുക്കാറുള്ളത് എന്നാണ് ഇവിടെ ചോദിക്കപ്പെട്ട ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത്, നിരന്തരം സമൂഹത്തിൽ തൗഹീദിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ ആളുകൾ തമ്മിൽ കലഹിക്കാനും ഭിന്നിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഇടയാകുന്നുവല്ലോ എന്നുമുള്ള ഒരു ചോദ്യം വന്നു. ഈ രണ്ട് തലങ്ങളെ ഒന്ന് ചുരുക്കി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഏതൊരു പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ തൗഹീദ് ഊന്നി പറയുന്നത് എന്ന്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മൾ ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആദ്യം പറയാൻ കൽപ്പിച്ച വിഷയം തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അതായത്, നബിക്ക് മുമ്പ് ഒരു ദൂതനെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല, എന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന വഹ്യ് കൊടുത്തിട്ടല്ലാതെ. അപ്പൊ ലോകത്ത് വന്ന ഒരു നബിയും തൗഹീദ് പറയാതെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന്. രണ്ടാമത്, എന്തുകൊണ്ട് തൗഹീദ് നമ്മൾ ഊന്നിപ്പറയുന്നു എന്നതിൻ്റെ കാരണം, തൗഹീദിലൂടെ അല്ലാതെ ഒരു സമൂഹത്തിന് ഇഹത്തിലും രക്ഷ ലഭിക്കില്ല, പരലോകത്തും രക്ഷ ലഭിക്കുകയില്ല. വേറെ എന്തെല്ലാം തിന്മകൾ ചെയ്താലും റഹ്മാനായ റബ്ബ് പുറത്തു തന്നേക്കും അവൻ്റെ കാരുണ്യം കൊണ്ട്. എന്നാൽ തൗഹീദില്ലാതെ ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുകയില്ല. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മഹ്ശറിൽ വിചാരണ നടന്നു കഴിഞ്ഞതിന് ശേഷം പല തിന്മകളും ചെയ്ത ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു മലക്ക് വന്നിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ ഒരു ബിത്താക്കയുണ്ട്, നമ്മൾ സാറിന് ബത്താക്ക എന്ന് പറയും, ബത്താക്കയുണ്ട്, അതൊന്ന് മീസാനിലേക്കൊന്ന് വെച്ചോട്ടെ, തുലാസിലേക്കൊന്ന് വെച്ചോട്ടെ. ആ ബത്താക്കയിൽ എഴുതിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അതുവരെ തിന്മയുടെ ഭാഗത്ത് കനം തൂങ്ങിയിരുന്ന ആ വ്യക്തിയുടെ തുലാസിലേക്ക് ഈ കാർഡ് വെക്കുന്നതോടുകൂടി ആ ഭാഗം താഴുകയും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പൊ മഹ്ശറിൽ നടക്കാനിരിക്കുന്ന ഈ ഒരു സംഭവം പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നത് തൗഹീദിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത്, തൗഹീദിലൂടെ അല്ലാതെ
ഒരു ജനത ഒരിക്കലും വിജയിക്കുകയോ സഹായിക്കപ്പെടുകയോ ചെയ്യുകയില്ല. 100%. വേറെ എന്തെല്ലാം ഒരുക്കങ്ങൾ, എന്തെല്ലാം പ്ലാനുകൾ, എന്തെല്ലാം രഹസ്യ മീറ്റിങ്ങുകൾ, എന്തെല്ലാം സജ്ജീകരണങ്ങൾ എന്ത് നടത്തിയാലും അഖീദ ശരിയാകാത്തിടത്തോളം, തൗഹീദ് ശരിയാകാത്തിടത്തോളം ഒരിക്കലും ഇവിടെ ജയിക്കാനോ അള്ളാന്റെ സഹായം കിട്ടാനോ യാതൊരു സാധ്യതയുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദർ എന്ന് പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും സൈനിക സജ്ജീകരണങ്ങളും നടത്തിയിട്ടാണ് മക്കത്ത് നിന്ന് മുശ്രിക്കുകൾ പുറപ്പെട്ടത്. യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ഒരു ശത്രു വന്നാൽ അയാൾക്ക് നേരെ ഒന്ന് വാളുയർത്താൻ പോലും പൊള്ളുന്ന വാള് അല്ല അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഒന്നുകിൽ തുരുമ്പിച്ചത് അല്ലെങ്കിൽ ഒടിഞ്ഞത്. ഈ സാധനം ഉണ്ടായിരുന്നു. ഇതുമായി പോയിട്ടാണ് ബദറിൽ ആര് വിജയിച്ചത്? മുസ്ലിങ്ങൾ വിജയിച്ചത്. അത് ബദറിലാണെങ്കിലും മുഹദിലാണെങ്കിലും ഏതൊരു ചരിത്രം എടുത്തു നോക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കിട്ടിയിട്ടുള്ളത് തൗഹീദുള്ള ആളുകൾക്കാണ്. 4, തൗഹീദിലൂടെ അല്ലാതെ ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ ശരിയായ പരിവർത്തനം ഉണ്ടാവുകയില്ല. അപ്പൊ പല ആളുകളും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നിസ്കരിക്കാൻ പറയുക, കള്ളുകുടിക്കരുതെന്ന് പറയുക, പലിശ വാങ്ങരുതെന്ന് പറയുക, ഇങ്ങനെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത് പറയുമ്പോഴല്ലേ ആളുകൾക്ക് പ്രശ്നമുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അതായത് ഞങ്ങളോട് നബി വന്നിട്ട് പറയാണ്, കൂട്ടരെ നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ മോഷ്ടിക്കരുത് എന്നാണ് നബി വന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ ആരും നന്നാവില്ലായിരുന്നു. മറിച്ച് ആദ്യം തന്നെ അള്ളാഹു ആരാണ്, അവന്റെ മഹത്വം എന്താണ്, അവന്റെ സ്ഥാനം എന്താണ്, അവന് കൊടുക്കേണ്ട അവകാശം എന്താണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ സമൂഹം മാറിയത്, ഈ സമൂഹത്തിലെ തിന്മകളെല്ലാം ഇല്ലാതായത് എന്ന്. 5, പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? തൗഹീദാണ്. ഖബറിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം തൗഹീദാണ്. ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക എന്നാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള ചോദ്യം, നിന്റെ റബ്ബ് ആരാണ്? റബ്ബിനെ അറിയാത്ത, റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാത്ത ഒരാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരിക്കലും കഴിയുകയില്ല. അതുപോലെ നമ്മൾ നോക്കിയാൽ നമ്മൾ എന്നും ഓതുന്ന 2 സൂറത്തുകളുണ്ട്. ഉറങ്ങാൻ നേരത്തും സുബഹിയുടെ സുന്നത്തിലും രാത്രി കിടക്കാൻ നേരത്തും തവാഫിന് ശേഷവും അങ്ങനെ തുടങ്ങി വിത്തറിലും ഒക്കെ ഓതുന്ന 2 സൂറത്തുകളുണ്ട്. ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും മറ്റൊന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തും മൊത്തം തൗഹീദാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ നിലയ്ക്കും തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതിൻ്റെ കാരണങ്ങളാണ് അള്ളയും റസൂലും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായി ഈ വിഷയം പറയുന്നത്. പിന്നെ ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് ഈ തൗഹീദ് പറഞ്ഞാലല്ലേ ഈ സമൂഹത്തിൽ പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ വിഷയം തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ അത് പറഞ്ഞാൽ പോരെ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ആ മക്കക്കാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. അതായത് നബിയെ പറ്റി എന്തെങ്കിലും ഒരു ഫോൾട്ട് അവർക്ക് പറയാനില്ല. നബി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അംഗീകരിക്കും, തള്ളുകയില്ല. അൽ അമീൻ എന്ന് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ വിളിക്കപ്പെട്ട ഏക മനുഷ്യനായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതുവരെ അൽ അമീനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ നബിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി, നബിയെ ചീത്ത വിളിച്ചു, നബിയെ ആക്ഷേപിച്ചു. കുഴപ്പമുണ്ടാക്കാനാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉണ്ടായി. ഒന്നത്. 2, അതുകൊണ്ട് നബി അവിടെ നിർത്തിയോ? ഇല്ല. അബൂലഹബ്, അബൂജഹൽ ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കഅബയുടെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വിഷയം ഇതാണ്: വളരെ ഐക്യത്തിലും ഒരുമയിലും പോയിരുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ മുഹമ്മദ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിഷയം പറഞ്ഞ് ഞങ്ങളെ ഭിന്നിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുലുമാലായി. അതുകൊണ്ട് അള്ളാഹുവെ സത്യത്തിന്റെ കക്ഷിയെ നീ വിജയിപ്പിക്കണമെന്നാണ്. അപ്പൊ അവിടെയും പറഞ്ഞ വിഷയം എന്താണ്? നബി വന്ന് ഭിന്നിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം തൗഹീദ് എന്ന് പറയുന്നത് ശരിയായ വിശ്വാസമാണ്. സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കടലമ്മേ എന്ന ആളുകൾ വിളിക്കുന്നത് കടലിനോട് പേടിയുള്ളത് കൊണ്ടാണ്. അഗ്നിദേവനെ ആരാധിക്കുന്നത് തീയോട് പേടിയുള്ളത് കൊണ്ടാണ്. അപ്പൊ പേടിയിൽ നിന്നാണ്, ഭയത്തിൽ നിന്നാണ് പല ബഹുദൈവാരാധനകളും രൂപം കൊള്ളുന്നത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത്
ഒരു സിംഹത്തെയോ കടിക്കാൻ വരുന്ന ഒരു പട്ടിയോ പേടിക്കുന്നത് പോലെ പേടിച്ച രൂപത്തിലല്ല, മറിച്ച് ആ ഭയം എന്ന് പറഞ്ഞ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയമാണ്. എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്യുന്ന എൻ്റെ റബ്ബിനോട് ഒരിക്കലും ഞാൻ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അവികലമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്, അത് നബിമാർ നിർവഹിച്ചിട്ടുണ്ട്. അതേതുപോലെ എന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ഒരു രോഗിയെ കിടത്തിയിട്ട് ആ രോഗിയുടെ ശരീരം കീറി മുറിക്കുന്നുണ്ടെങ്കിൽ അത് ആ രോഗിയോട് കാണിക്കുന്ന ക്രൂരതയല്ല, ആ രോഗിയോട് കാണിക്കുന്ന കാരുണ്യമാണ്, ആ രോഗിയെ രക്ഷപ്പെടുത്താനാണ്. പക്ഷെ ആ രോഗിക്ക് വേദനിക്കും. എന്നതുപോലെ തന്നെ തെറ്റായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ആ കാര്യങ്ങൾ തിരുത്തുമ്പോൾ ആളുകൾക്ക് വേദനയും വിഷമവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവർ ആത്യന്തികമായി രക്ഷപ്പെടണം എന്നുള്ളതാണ്. ആ ഒരു കാരണത്താലാണ് നമ്മൾ ആളുകൾ എന്തെല്ലാം മോശമായ കമന്റുകൾ പറഞ്ഞാലും ജനങ്ങളോട് വെട്ടിത്തുറന്ന് തൗഹീദ് പറയാനുള്ള കാരണവും. തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. കൃത്യമായ പ്രമാണങ്ങളുടെ, ആധികാരികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി ഈ ചർച്ചയിലേക്ക് ഉണ്ടാവണം. കുറച്ച് സമയം ഹുതുബ കേട്ടു, അതിന്റെ ഒരു ആലസ്യമായിരിക്കാം ഒരു പക്ഷേ, എന്നിരുന്നാൽ തന്നെ പറയപ്പെടുന്ന വിഷയങ്ങൾ അതിന്റെ ഖുർആനിക വചനമായാലും ഹദീസായാലും ഒന്ന് മനസ്സിലൊന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ തങ്ങി നിൽക്കാനുള്ള കാരണമാകും. അപ്പൊ തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തത് തൗഹീദ് ഉൾക്കൊള്ളുക വഴി അതൊരു മുസ്ലിമിന് ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന്, തൗഹീദിന്റെ മഹത്വങ്ങളുമുണ്ട്, തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളുമുണ്ട്. തൗഹീദിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഫളിലാണ്. നമുക്കറിയാലോ ഫളില്. അപ്പൊ പള്ളി പോയി നമസ്കരിച്ചാൽ 27 ഇരട്ടി കൂലി കിട്ടും, അല്ലെ? അതതിന്റെ ഫളിലാണ്, ശ്രേഷ്ഠതയാണ്. ഇതുപോലെ തൗഹീദിനുമുണ്ട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു ഇവിടെ ഈ സൃഷ്ടികളെ സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ എന്താണ്? തൗഹീദാണെന്നാണ്. തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ തൗഹീദാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളതാണ്. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചതിന്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അപ്പൊ തൗഹീദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. രണ്ടാമത്, പ്രകൃതിയുടെ തേട്ടമാണ് തൗഹീദ് എന്നാണ്. ഒരു നബിയോ അല്ലെങ്കിൽ ആരും ചെല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഏത് കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവരും പറയും ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ആകാശത്തുള്ളവനാണ് എന്ന്. അപ്പൊ അതിന് കാരണമുണ്ട്. പിന്നെ ആ കാരണം എന്താണ്? ഈ ലോകത്ത് നമ്മളെയൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ജിന്നുകളുടെയും ഈ ലോകത്ത് അന്ത്യദിനത്തിൽ അവസാന നിമിഷം വരെ പറക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും ആത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് വാങ്ങിച്ച ഒരു കരാറ് സൂറത്ത് അഅറാഫ് 172 ആയത്തിൽ പറയുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ റബ്ബ്? ഞാനല്ലേ? അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, അതെ അള്ളാഹുവെ നീയാണ് റബ്ബ്. ആ ഒരു കരാർ അള്ളാഹു നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന്റെ മുമ്പ് നടത്തിയത് കൊണ്ടാണ് ആരോരും ചെന്നിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഒരു കാട്ട് ജാതിക്കാരനായ മനുഷ്യനോട് ചോദിച്ചാലും പറയുന്നത് മുകളിൽ ഒരാളുണ്ട് എന്ന് അവരവരുടെ ഭാഷയിൽ പറയുന്നത്. നാലാമതായി, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാനുള്ള കാരണം പോലും ആയിട്ട് അള്ളാഹു പറയുന്നത് തൗഹീദാണ്. ഈ ഖുർആൻ പോലും അള്ളാഹു അവതരിപ്പിച്ചത് ആളുകൾക്ക് ഏകദൈവാരാധന പഠിപ്പിച്ചു കൊടുക്കാൻ, അതിന്റെ പരമമായ ലക്ഷ്യമായിട്ട് പറഞ്ഞു. ഇനി തൗഹീദ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? തൗഹീദിനെതിരായി ശിർക്ക് വന്നാൽ ഉണ്ടാകുന്ന കോട്ടങ്ങൾ എന്താണ്? നേട്ടങ്ങൾ പറയാം. ഒന്ന്, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് ഒരു മനുഷ്യന് തൗഹീദിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് തൗഹീദിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. അത് ശരിക്കും തൗഹീദ് ഉൾക്കൊണ്ടവരാണെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടാവും, ശരിക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ ഖുതുബയിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രമില്ലേ, ഹാജറിന്റെ ചരിത്രം, ഹാജർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. മക്കയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുകയാണ്, ഒരക്ഷരം മിണ്ടാതെ. കേട്ടിട്ടുണ്ടാവും. അവിടെ അവർക്ക് കൊടുത്ത ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് ഈത്തപ്പഴമാണ്. ഇത് ഏൽപ്പിച്ച്
ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഉമ്മയും കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പം നിങ്ങൾ പോവുകയാണോ നിരന്തരം ഹാജർ ചോദിച്ചു, ഒരക്ഷരം മിണ്ടാതെ നിന്നു. എന്നിട്ട് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഈ ഏർപ്പാട് ചെയ്തത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടാണ്, എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, അള്ളാഹു ഒരിക്കലും ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് ഒരു മനുഷ്യക്കുട്ടി പോലും എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത്, മനസ്സിലാക്കണം, അത്രയും വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഉമ്മയും മോനും ഒറ്റയ്ക്കായ സമയത്താണ് ഹാജർ റളിയല്ലാഹു അൻഹ അത് പറയുന്നത്. തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, എടുത്തെറിയപ്പെടാൻ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബി അള്ളാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, അവൻ എന്നെ കാത്തുകൊള്ളും എന്ന് പറയുന്നുണ്ട്. തൊട്ടു മുമ്പിലുള്ള തീ, ആ തീ അത് തണുപ്പാകുമെന്നോ ആ തീയിലിടപെട്ടാൽ ഞാൻ കൊല്ലപ്പെടുകയില്ല എന്നോ 1% പോലും ആർക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയില്ല. തീയിലിട്ട് എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചത്. പക്ഷെ ആ തീയിൽ ഇടപെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു പോറൽ പോലും ഏറ്റില്ല എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ ഒരു തവക്കുലുണ്ടല്ലോ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള, ഏത് അപകടത്തിലും ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ളൊരു ബോധം അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കുന്നവർക്കേ പറ്റുള്ളൂ. രണ്ടാമത് ഖുർആൻ പറയുന്നത് തൗഹീദ് കൊണ്ടുള്ള നേട്ടം, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൗഹീദ് നിർബന്ധമാണ്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്. അവിടെ പറയുന്ന ഇതാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അതായത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകൾ ഒരു തരി പോലും ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാഹു ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള നിർഭയത്വം കൊടുക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അനുഗ്രഹം ഏതാ? സമ്പത്താണോ? മക്കളാണോ? ഭാര്യയാണോ? ഒന്നല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായ ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. അതാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും സുരക്ഷയും കിട്ടണമെന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് നൽകും. മൂന്നാമതായി, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ അധികാരം ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളെ അള്ളാഹു തുടച്ചു നീക്കിയിട്ട് നിങ്ങളെ അള്ളാഹു ഭൂമിയുടെ അധികാരികളും അവകാശികളും ഭരണാധികാരികളും ആക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നവരാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ വിഷയം വിശദമായി പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഇതാണ്, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങൾ വല്ലാത്ത ഭയത്തിലാണ്, ബേജാറിലാണ്. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം ഞാൻ തരണമെന്നുണ്ടെങ്കിൽ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നവരാവും. ജാറങ്ങളുടെയും മക്ബറകളുടെയും പിന്നാലെ പോയി അതിന്റെ അവിടെ കുടികൊള്ളുന്ന ആളുകളെ ആരാധിക്കാതെ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ ആരാധിക്കാതെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭൂമിയിൽ അധികാരം തരും, നിർഭയത്വം തരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, ജീവിതത്തിലെ സർവ്വ വിജയങ്ങളുടെയും നിദാനം എന്ന് പറയുന്നത് തൗഹീദാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ മതി. അവിടെ എല്ലാം എന്തെല്ലാം പ്രതിസന്ധികളിൽ റസൂലുള്ളാഹി രക്ഷപ്പെട്ടു. അവിടെയെല്ലാം റസൂലുള്ളാഹിനെ കാത്ത എന്തായിരുന്നു? പ്രവാചകന്റെ ഏകദൈവ വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും നമുക്കവിടെ തണലാകുന്നത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റി ഖുർആനിൽ ഒരു ഉപമയുണ്ട്. ആ ഉപമ എന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ ആകാശത്ത് നിന്ന് വീണതുപോലെ എന്നാ പറഞ്ഞു. എവിടെയും ഒരു പിടുത്തം കിട്ടൂല, എവിടെയും ഒരു പിടുത്തം കിട്ടൂല, ഒരു മനസ്സിനൊരു ഒരു ഉറപ്പങ്ങോട്ട് കിട്ടുകയല്ല. ഒരു പക്ഷേ അവനെ പക്ഷികൾ റാഞ്ചി എടുത്തു പോയേക്കും, നല്ല കാറ്റടിക്കുകയാണെങ്കിൽ കാറ്റവനെ ദൂരത്തേക്ക് അടിച്ചു കൊണ്ടുപോയേക്കും. ഇതാണ് തൗഹീദ് ഇല്ലാത്തവന്റെ അവസ്ഥ എന്നാണ്. പക്ഷേ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ അവന് കഴിയും. അങ്ങനെ കുറേ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇതാണ് തൗഹീദിന്റെ ഫളിൽ എന്ന് പറയുന്നത്. തൗഹീദ് പറയുന്നതിന്റെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം, അത് ഉൾക്കൊള്ളുന്ന നേട്ടം, ഇവയെ കുറിച്ചാണ് വിശദീകരിച്ചത്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. പക്ഷെ അവരുടെ എല്ലാം പ്രവർത്തന മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറെ വിഭാഗം
ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കുറെ പാരമ്പര്യം അവകാശപ്പെടുന്ന മറ്റു ചില സംഘടനകൾ അവർ നിരന്തരമായി പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മാമൂലുകൾ അല്ലെങ്കിൽ വിദഗ്ധകൾ അവയെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നതിനും അവയെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നതിനുമായിട്ടുള്ള പരിശ്രമങ്ങൾ. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ സ്വർഗപ്രവേശനത്തിന് കാര്യമാകുന്ന, അവന് നിർഭയത്വം ലഭിക്കുന്ന തൗഹീദ് എപ്പോഴും നിരന്തരം ഉദ്ഘോഷിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു നേരായ പാതയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് ഒരു വൺ ടൈം പോളിസി എടുക്കുന്ന പോലെയല്ല, ഒരു പ്രീമിയം അടക്കുന്ന പോലെയല്ല. അത് നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും അത് മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്താൽ മാത്രമാണ് ആ തൗഹീദ് നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതകാലം വരെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിരന്തരം തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നത് കൊണ്ടൊന്നല്ലാതെ നമ്മളെല്ലാം മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു. അവളതിനെ കുറിച്ച് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല മുസ്ലിം ആയത് തന്നെ. ചെറുപ്രായത്തിൽ മദ്രസ പഠന കാലഘട്ടങ്ങളിലെല്ലാം ഒരുപക്ഷെ നമുക്ക് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സുന്നത്തുകളെ കുറിച്ചൊക്കെ. പക്ഷെ കാലാന്തരത്തിൽ അതിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ മാറി സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ എന്താണ് ആധികാരികമായിട്ട് അടിസ്ഥാനപരമായി തൗഹീദ് എന്നത് ഉദ്ദേശിക്കുന്നത്? അതിനെ എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തൗഹീദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിക്കും ആ പദത്തിന്റെ അർത്ഥം എന്താണ്? അതതിന്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട കാമ്പാണ്. ശരിക്ക് ഏതൊരു പദത്തിനും ഭാഷാർത്ഥമുണ്ട്, സാങ്കേതികാർത്ഥമുണ്ട്. സൗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയോ? സൗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം മിണ്ടാതിരിക്കുക എന്നാണ്, വർത്താനം പറയാതിരിക്കുക എന്നാണ്. എന്നാൽ മതത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് സാങ്കേതിക അർത്ഥം? പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെ അന്നപാനീയാദികൾ ഒഴിവാക്കി നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് മതത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലും അതിന് സ്വലാത്ത് എന്ന് പറയും. പ്രാർത്ഥന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേക രൂപത്തിലുള്ള ആരാധനാ ക്രമത്തിനാണ് മതത്തിൽ എന്ത് പറയാം? സ്വലാത്ത് എന്ന് പറയാം. ഇങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും അതിന് ഭാഷാർത്ഥമുണ്ട്, സാങ്കേതികാർത്ഥമുണ്ട്. അപ്പം തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം ഏകനാക്കുക എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഏകനാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയിൽ അതാണ് നടക്കുന്നത്. ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇലാഹ അള്ളാഹു അല്ലാതെ, അല്ലെ? ലാ ഇലാഹ ആരാധ്യനില്ല, ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ. അപ്പൊ ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു ഇല്ല, അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ് തൗഹീദിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇനി മതത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ: ഇഫ്രാദുല്ലാഹി തആല ഫി റുബൂബിയ്യത്തിഹി വ ഉലൂഹിയ്യത്തിഹി വ അസ്മാഇഹി വ സിഫാത്തിഹി. ഇതാണ് അറബിയിൽ അതിന് പറയാം. അള്ളാഹുവിന്റെ റുബൂബിയത്തിലും അഥവാ അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വത്തിലും അള്ളാഹുവിന്റെ ആരാധ്യതയിൽ ഉലൂഹിയത്തിലും അള്ളാഹുവിന്റെ അസ്മാഇ വ സിഫാത്തിലും നാമഗുണ വിശേഷണങ്ങളെയും ഏകനാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഭാഷാപരമായും സാങ്കേതികമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. ഹലോ, ആ യാസർ, ഉണ്ട്, ഉണ്ട്. ഓക്കെ, ഇൻഷാ ഈ വിഷയങ്ങളെ കുറിച്ച് ഞാനൊരു ക്ലാസ്സിലാ യാസറേ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. തൗഹീദിന്റെ മൂന്നിനങ്ങളെ പറയാനല്ലേ? പക്ഷെ നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞ വിഷയം, അതായത് തൗഹീദിന്റെ മൂന്നിനങ്ങൾ പറഞ്ഞല്ലോ. ജസ്റ്റ് അതൊന്ന് ഞാൻ സൂചിപ്പിക്കാം, അതിന്റെ ഒരു ചെറിയ വിശദീകരണം എന്നുള്ള നിലയ്ക്ക്.
ഇപ്പൊ തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ഈ വിഷയം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കൂടി ഈ വിഷയം മനസ്സിലാക്കി ഒരാളോട് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഫ്രാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽക്കി വ തദ്ബീർ, ഇതാണ്. അതായത് അള്ളാഹുവിനെ അവന്റെ സൃഷ്ടിപ്പിലും അവന്റെ ആധിപത്യത്തിലും അതുപോലെ തന്നെ അവന്റെ നിയന്ത്രണത്തിലും ഏകനാക്കുക. അതായത് നമ്മൾ സൃഷ്ടാവ് അത് അള്ളാഹു മാത്രം, അത് വേറൊരാളില്ല. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. വേറൊരാള് സൃഷ്ടാവാണെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നമ്മൾ എന്ത് ചെയ്ത് പങ്കുചേർക്കും. അതുപോലെ തന്നെ ആധിപത്യം, അള്ളാഹു അല്ലാതെ വേറെ പല ആളുകൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതിലെന്ത് ചെയ്തു, നമ്മൾ പങ്കുചേർത്തു. അതുപോലെ തന്നെ നിയന്ത്രണം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാത്ത പല ആളുകളും ഉണ്ട്, ഔലിയാക്കളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർത്തു. അതിൽ വരുന്നതാണ് ഇപ്പൊ മഴ പെയ്യിപ്പിക്കുന്നത് ആരാ? അള്ളയാണ്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം തരുന്ന ആരാ? അള്ളയാണ്. അതേപോലെ തന്നെ നമ്മളെ ജീവിപ്പിക്കുന്ന ആരാ? അള്ളാഹു. മരിപ്പിക്കുന്നത് ആരാ? അള്ളാഹു. ഇതിനൊക്കെ മറ്റു പലർക്കും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർത്തവരായി. ഇനി രണ്ടാമത് അൽ ഉലൂഹിയ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാല്, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ അടക്കമുള്ള സർവ്വ ആരാധനകളും അള്ളാഹുവിന് മാത്രം, വിളിച്ചതേട്ടം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം. ഇതാണ് ഉലൂഹിയ എന്ന് പറയുന്നതിന്റെ കാതൽ. ഇപ്പൊ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അതിലൊരായത്ത് വരുന്നുണ്ട്, എന്താ? ഒരു പ്രതിജ്ഞയായിട്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഉലൂഹിയയുടെ ഉദാഹരണമായിട്ട് പറയാം. റുബൂബിയുടെ ഉദാഹരണമായി സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഒരായത്തെടുത്താൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ എല്ലാം റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. മാലികി യൗമിദ്ദീൻ, ഈ ആയത്തുകളൊക്കെ റുബൂബിയക്ക് ഉദാഹരണമാണ്. വേറൊരാളും അതിൽ കൈകടത്തുകയില്ല. മൂന്നാമത് അൽ അസ്മാ വ സിഫാത്താണ്, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. ഇപ്പൊ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എനിക്ക് പാപം പുറത്തു തരണേന്ന് മാത്രം പറയരുത്, ഗഫൂറായ റബ്ബേ, ഗാഫിറായ റബ്ബേ, ഗഫാറായ റബ്ബേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ ആ നാമം ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അത് വേറെ സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു നാമമാണ് അസ്സമീ. അസ്സമീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം കേൾക്കുന്നവൻ. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. അപ്പൊ എല്ലാം കാണാൻ കഴിവുള്ള ഒരാള് അള്ളാഹ് അല്ലാതെ വേറെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ പങ്കുചേർക്കും. എല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അള്ളാഹ് അല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ ഷിർക്കായി. ഈ ലോകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും അറിയാൻ അള്ളാഹ് അല്ലാത്ത പടപ്പുകൾക്ക്, അമ്പിയ ഔലിയാക്കന്മാർക്കൊക്കെ കഴിയും എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ ഷിർക്ക് ചെയ്തു, പങ്കുചേർത്തു. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ റുബൂബിയത്തും അള്ളാഹുവിന്റെ ഉലൂഹിയത്തും അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തും എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും അള്ളാഹുവിനെ വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ 3 തലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിതുവരെ തൗഹീദിനെ കുറിച്ചാണ് വിശദീകരിച്ചത്. തൗഹീദിന്റെ ഇനങ്ങളായ തൗഹീദ് അസ്മാ വ സിഫാത്ത്, തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ, ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി. തൗഹീദിൻ ഇതാണെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിന്നെല്ലാം സമൂഹം വ്യതിചലിച്ചു പോകുന്നത്? ഇവിടെ എവിടെ നിന്നാണ് അതൊരു ഭിന്നിപ്പുണ്ടാവുന്നത്? ഇത് ഉൾക്കൊള്ളാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ? പക്ഷെ അതോടുകൂടി തന്നെ ശിർക്കൻ വിശ്വാസങ്ങള്, ശിർക്കൻ രൂപങ്ങൾ എങ്ങനെയാണ് അത് കടന്നു വരുന്നത്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. അതായത് ഇവിടെ വന്നൊരു ചോദ്യം, റബ്ബിന്റെ ഏകത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ സമൂഹം വഴിതെറ്റി പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നാട്ടില് അതിനെതിരായി നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആദ്യമായി ബഹുദൈവാരാധന തുടങ്ങിയത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 തലമുറ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് ഒരു 10 തലമുറ അവർ ശിർക്ക് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദം നബി ആദ്യത്തെ റസൂൽ ആരാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? ആദം നബിയാണോ?
നൂഹ് നബി അലൈഹി ഇസ്ലാം. കാരണം അവിടം തൊട്ടാണ് ഷിർക്ക് തുടങ്ങിയത്. അപ്പൊ അവിടെ ഈ വദ്, സ്വായി, യഹൂസ്, യഹൂക്ക്, നസ്ർ തുടങ്ങിയവയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ നേരെ ആരാധിക്കലായിരുന്നില്ല. ആ നാട്ടിലെ ഏറ്റവും നല്ല അടിപൊളി സ്വാലിഹ്യങ്ങളായ നല്ല മനുഷ്യന്മാരായിരുന്നു ഇവർ. ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഫോട്ടോകളൊക്കെ വെച്ച് ബഹുമാനിക്കാനും മറ്റൊക്കെ തുടങ്ങി. ഒരു റെസ്പെക്ട് മാത്രം. അത് കഴിഞ്ഞ് കാലം കുറെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? ആ ആദരവ് മെല്ലെ മെല്ലെ ആരാധനയിലേക്ക് വഴിമാറി. പിന്നെ അവരുടെ ബിംബങ്ങൾ പോലും ഉണ്ടാക്കി വെച്ച് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തൗഹീദുള്ള ഒരു കൂട്ടര് ഷിർക്കിലേക്ക് മെല്ലെ മെല്ലെ വഴിമാറിയത്. ഇതുപോലെ അതായത് ഒരു ഉറുമ്പ് എഴഞ്ഞെഴഞ്ഞ് വരുന്നത് പോലെ പിന്നെ അത്രയും ഗോപ്യമായിട്ടാണ് നിങ്ങളിലേക്ക് ഷിർക്ക് കടന്നു കയറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അതങ്ങോട്ട് വരില്ല. പല ന്യായങ്ങൾ നമുക്ക് പറയണ്ടാവും, അതിലൊന്നും കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു തലമാണ് ഈ സൗഹൃദത്തിന്റെ ഇടം എന്ന് പറയുന്നത്. സൗഹൃദത്തിന്റെ തലം അതുവഴി ഷിർക്ക് കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇടയിൽ മതസൗഹാർദ്ദം ഉണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഈ ക്രിസ്തുമസ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്രിസ്മസിന് ആശംസകൾ നേരും, കാർഡ് അയക്കും, വിഷ് ചെയ്യും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. അതെന്താ? ഒരു സൗഹൃദത്തിന്റെ ഭാഗം എന്നുള്ളത്. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മതം അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ട് വാങ്ങിയിട്ടുള്ള ഒരു സൗഹാർദ്ദം മതത്തിലില്ല. അങ്ങനെ ഒരു സൗഹാർദ്ദമാണ് നിലനിൽക്കുന്നത് എങ്കിൽ എപ്പോഴും സംഘർഷം ഉണ്ടാവുള്ളൂ, സൗഹാർദ്ദം ഉണ്ടാവില്ല, സംഘർഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ശബരിമലയ്ക്ക് പോകുന്ന മാലയിട്ട നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, 1 മണിക്കൂർ പോയ ശബരിമല എത്തി. അപ്പോ അവിടേക്ക് പോകാൻ മാലയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് ഈ സസ്യാഹാരം അല്ലാതെ വേറൊന്നും കഴിക്കില്ല. അവർക്ക് അവരുടേതായ ചിട്ടകളുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഒരു കല്യാണത്തിന് ക്ഷണിക്കുക, ഒരു മാംസാഹാരം കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് കഴിക്കില്ല. മാത്രമല്ല, അങ്ങനെയുള്ള സദസ്സിലേക്ക് അവരെ ക്ഷണിക്കുകയില്ല. കാരണം അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം അതായതുകൊണ്ട് തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു തലത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, ഈ അമുസ്ലിങ്ങളായ ആളുകളൊക്കെ മാത്രമുള്ള ചില ഏരിയകളും ഓഫീസുകളും ഒക്കെ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന മുസ്ലിംസ്, അപ്പൊ അവര് ഒരു കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും? ഇത് ഈ അമുസ്ലിങ്ങളോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള നിലയ്ക്ക് പറയാതിരിക്കും, ആ നിസ്കാരം തന്നെ ഒഴിവാക്കി കളയും. പക്ഷെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാം, ഈ നമസ്കാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം എനിക്കത് ചെയ്യാൻ ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാം? അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കുക, ആ ആരാധന മുടങ്ങാതിരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ആ വിശ്വാസത്തോടും ആരാധനകളോടും എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നോ അതനുസരിച്ച് ഇതര സമൂഹത്തിൽ നമുക്ക് റെസ്പെക്ട് കിട്ടും. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടുക ചെയ്യാം, അള്ളാഹു നഷ്ടപ്പെടുത്തും. ഇപ്പൊ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ആശംസ നേരുന്ന എന്തിനാണ്? അള്ളാഹു അല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനൊരു പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ആഘോഷത്തിന് ആശംസ നേരുന്നത്. ഖുർആൻ പറഞ്ഞത്, അള്ളാഹ് ഈ ഖുർആൻ ഇറക്കാനുള്ള കാരണം തന്നെ ദൈവത്തിന് ഒരു പുത്രനുണ്ട് എന്ന് ചില ആളുകൾ വാദിച്ചത് കൊണ്ടാണെന്നാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മനസ്സിലാക്കണം, അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ മതസൗഹാർദ്ദത്തിന് ഇസ്ലാം നിശ്ചയിക്കാത്ത തലത്തിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഷിർക്ക് വരും. പിന്നെ നമ്മുടെ നാട്ടിൽ ഷിർക്കില്ലേ? പല ആളുകളും പറയാം അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത്. ഞാൻ 1-2 ഉദാഹരണം പറയാം. നേരത്തെ റുബൂബിയത്ത് പറഞ്ഞു, ഉലൂഹിയത്ത് പറഞ്ഞു, അസ്മാഇ വസിഫാത്ത് പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നും ആളുകൾ പുണ്യം ആഗ്രഹിച്ചു ചൊല്ലുന്ന ഒരു റാത്തീവ് ഉണ്ട്. എന്താണെന്നാണ് അതിന്റെ പേര്? കുത്തി റാത്തീവല്ല, അത് വളരെ കുത്തലല്ലേ, അതല്ല, ഇത് കുത്താണ്ടുള്ള റാത്തീവുണ്ട്. കുത്തുബിയത്ത് എന്ന് പറയും, കുത്തുബിയത്ത്. ഇപ്പോഴും അത് ചൊല്ലുന്നുണ്ട്. അത് ചൊല്ലുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ടെ മൊത്തം അണയ്ക്കും, എല്ലാവരും ഇരുട്ടത്തിരുന്നാണ് എന്ത് ചെയ്യുക? ചൊല്ലുക. കാരണം വെളിച്ചത്തിരുന്ന് ചൊല്ലിയാൽ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഹാജറാവൂല, എല്ലാവരും ഒറ്റയ്ക്കായിരിക്കണം എന്നായി പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? കൂട്ടായിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാകാൻ വേണ്ടിയിട്ട് ലൈറ്റ് കെടുത്തും. അപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂലല്ലോ. ഇത് രാത്രിയാണ് ചൊല്ലുക. ആ കുത്തുബിയത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയോ? യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. ഉപകാരപ്രദമായ അരുവിയും പുഴയുമെല്ലാം ഒഴുക്കിത്തരുന്ന മഹാനെ, മഴ പെയ്യിപ്പിക്കുന്ന മഹാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് കുത്തുബിയത്ത് തുടങ്ങുന്നത്. അപ്പൊ മഴ വർഷിപ്പിക്കുന്ന ആരാ? ഏത് പൊട്ടനോടും ചോദിച്ചാലും പറയും അള്ളയാണെന്നുള്ളത്. ഖുർആനിലൊരു ചോദ്യമുണ്ട്,
അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘക്കീറിൽ നിന്ന് മഴ ഇറക്കി തരുന്ന ആരാ? നിങ്ങളാണോ അതോ അള്ളയാണോ? അള്ള ചോദിക്കുകയാണ്. അതിന്റെ അവകാശം വേറെ ആരെങ്കിലും ഉടമപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് റുബൂബിയത്തുള്ള ശിർക്കാണ്. ഇനി ഉലൂഹിയത്തിലാണെങ്കിലോ അതേ കുത്തിപ്പേര്. ഇത് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വല്ലതും വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ആരാ ചൊല്ലുന്നതെന്നുള്ളത്. അങ്ങോട്ട് ചെന്ന് നോക്ക്, ഇഷ്ടം പോലെ ആൾക്കാർ ചൊല്ലുന്നുണ്ട്. ഞാൻ ഈ കുറച്ച് മുമ്പ് പയ്യോളി ഭാഗത്തുകൂടെ ഒരു യാത്ര പോയപ്പം അവിടെ മദ്രസ പരിപാടി നടക്കുകയാണ്. അപ്പൊ ആ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന എന്താണെന്നറിയോ? അത് മൗലീദ് ആസ്വാദന സദസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഷിർക്കിന്റെ വരി ഏതാണോ അത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കുകയാണ്. ഇതിങ്ങനെ ഇപ്പൊ വർദ്ധിച്ചു വരാണ്, ഇല്ലാണ്ടെന്നായി പോയിട്ടില്ല. അപ്പൊ ഇതേ കുത്തുബിയത്തിലുള്ള ഒരു വരി ഉണ്ടെന്ന് അറിയോ? നല്ല ഭവ്യതയോടെ ഏകാന്തമായി ഇരുന്ന് മനസ്സ് ഷെയ്ഖിൽ മാത്രം അർപ്പിച്ച് 1000 തവണ എന്നെ വിളിച്ചാൽ ഉടനടി നിങ്ങൾക്ക് ജവാബ് നൽകും. ഞാൻ പേര് പറയുന്നില്ല. ഈ സദസ്സിലുള്ള ഒരാളുടെ വാപ്പ ഈ അടുത്ത് അതിൽ പോയി പങ്കെടുത്തിട്ട് മോൻ വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. അത്രമാത്രം ആളുകൾ അതിൽ വിശ്വസിച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. മൂന്നാമത് അസ്മാഇ വ സിഫാത്തിലുള്ള ശിർക്ക്. അതും മാല എടുത്ത് നോക്കിയാൽ കാണാം. അതേതാ? ബല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ്കൂട ഉത്തീരം നൽകും ഞാൻ എന്നോവർ. ഇത് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ പറ്റി പറഞ്ഞാണ്. എവിടുന്ന് നിങ്ങൾ വിളിച്ചോ ആ സ്പോട്ടിൽ എന്ത് ചെയ്യും? ഞാൻ വിളി കേൾക്കും, നിങ്ങൾക്ക് ഉത്തരം തരികയും ചെയ്യും എന്ന്. അപ്പം റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഇ വ സിഫാത്തിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഷിർക്ക് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുള്ള നിലക്കല്ല, സമൂഹം കരുതിയില്ലെങ്കിൽ ശാശ്വതമായ നരകത്തിൽ അകപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തൗഹീദിൽ എങ്ങനെയാണ് വ്യതിചലനം സംഭവിക്കുന്നത്, ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നത്? എന്റെ 2-3 ഉദാഹരണങ്ങളാണ് സൂചിപ്പിച്ചത്. അതിന് നേരത്തെ ഫാത്തിഹ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു ഒരല്പം മുമ്പ് നമ്മുടെ നാട്ടിലൊരു സംവാദ വേദിയിൽ ഖാലിക്കല്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാവില്ല എന്ന് കേരളത്തിലെ പ്രബലമായ ഒരു വിഭാഗത്തിന്റെ അറിയപ്പെട്ട ഉസ്താദ് അത് വാദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖെ കാക്കണേ, CM മടവൂരെ രക്ഷിക്കണേ എന്നൊക്കെയുള്ള രീതിയിലുള്ള മാലകളായിട്ടുണ്ട് ഇപ്പോൾ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിങ്ങനെ വിമർശിക്കുമ്പോൾ ഇതെല്ലാം സമൂഹത്തിൽ ഇല്ലാതെയായി പോയി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് വേറെ രീതിയിൽ, വേറെ വെർഷനിൽ ഇപ്പോ സൂഫി സദസ്സുകളായി, ബുർദ മജ്ലിസുകളായി, മറ്റു രീതിയിലെല്ലാം അത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ അതിനെക്കുറിച്ച് ബോധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഈ പറഞ്ഞ വിഷയം ഒന്ന് ഖാലിക്കല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി തേടുന്നതിനെ കുറിച്ച്, അതുപോലെ മഴ വർഷിപ്പിക്കുന്ന മുഹീദ്ദീൻ ഷേഖ് മഴ വർഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് തേടുന്നത്. അതിനിപ്പോ എന്താ പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഉസ്താദ്മാര് പല രീതിയിലും വ്യാഖ്യാനിക്കാറുണ്ട്. നിങ്ങൾ ഡോക്ടറോട് പോയി സഹായം തേടുന്നുണ്ട്, ഡോക്ടർ എന്താ കൊടുത്ത കഴിവുണ്ടോ എന്നുള്ള പല രീതിയിൽ അവര് പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ച് അവരതവിടെ സ്ഥാപിക്കാറുണ്ട്. ഈ വിഷയം കൂടി ഒന്ന് ജനങ്ങൾക്ക് നമ്മുടെ സദസ്സിൽ നിന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഉദ്ദേശിച്ച ഒരു സമയം ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ 1:30 വരെയാണ് ഈ ചർച്ച ഉദ്ദേശിച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒന്ന് കാര്യങ്ങളൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് ഇവിടെ പറഞ്ഞത്, ഇപ്പം മുഹീദ്ദീൻ ഷേഖാണ് അള്ളാഹ്, മുഹീദ്ദീൻ ഷേഖാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, മഴ പെയ്യിപ്പിക്കുന്നത്, റിസ്ക് തരുന്നത്. ഇങ്ങനെ സ്വയം കഴിവുള്ള ഒരു ഷേഖിനോട് തേടിയാലേ ശിർക്കാവുള്ളൂ. അതല്ലാതെ അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് തേടിയാൽ, അള്ളാഹ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ആ കഴിവ് കൊണ്ട്, ആ കഴിവിൽ അള്ളാഹ് ഷേഖെ സഹായിക്കണേ, മഴ പെയ്യിപ്പിക്കണേ, പാപം പുറത്തരണേ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ശിർക്കാവൂല എന്നാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയുന്നതും പടപ്പുകളെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സത്യത്തിൽ ഈ വാദം എന്ന് പറയുന്നത് ഒരിക്കലും ഖുർആനോ സുന്നത്തിനോ നിരക്കുന്നതല്ല. ഒന്ന്, ഖുർആനിലുള്ള 2 ആയത്തുകൾ ഈ വിശ്വാസത്തിനെതിരാണ്. അങ്ങനെയല്ല മക്കത്തെ മുശ്രിക്കുകൾ തേടിയത്. ഒന്ന് സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അതായത് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച് അവരെ വിളിച്ചു തേടിയിരുന്ന മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്,
ഞങ്ങൾ ഇവരെ വിളിച്ചു തേടുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നതാണ്. മറ്റൊന്ന് സൂറത്ത് യൂനിസിലെ 17-ാമത്തെ ആയത്ത്, ഞങ്ങൾ ഈ വിളിച്ചു തേടുന്ന ആളുകൾ ആരാന്നറിയോ? ഹാ ഉലായി ഷുഫാഉന ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഷഫാത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. മൂന്നാമത് മക്കത്തെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് അവര് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, തൽബിയത്ത് ഉണ്ട്, അതെന്നറിയോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, പിന്നെയോ അല്ലല്ല ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, അള്ളാഹു നിനക്ക് ഒരു പങ്കാളിയില്ല, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളി എന്ന് പറഞ്ഞാൽ നിന്റെ കീഴിലുള്ള, നീ കഴിവ് കൊടുത്തിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ലാത്തെ ഉസേ മനാത്തൊക്കെ. അവരോട് ഞങ്ങൾ ചോദിക്കുന്ന ഈ വിശ്വാസത്തിലാണ് എന്നവർ തൽബിയത്ത് ചൊല്ലുമ്പോൾ പറയുന്നത് അതായിരുന്നു. സ്വഹീഹ് മുസ്ലിമിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തൽബിയത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ വിളിച്ച് തേടിയാൽ അതൊരിക്കലും ശിർക്കാകാതിരിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇവർ പറയാറുള്ള ഒരു കാര്യമാണ്, മറഞ്ഞ കാര്യങ്ങൾ മഹാന്മാർക്ക് അറിയാൻ കഴിയും. അപ്പൊ പിന്നെ അവരോട് നമുക്ക് ചോദിച്ചുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ ഈ ഖൈബർ യുദ്ധത്തിൽ ചരിത്രം കേട്ടിട്ടില്ലേ? ഒരു ജൂത പെണ്ണ് നബിയെ സൽക്കരിച്ചില്ലേ? ഈ ആട്ടിറച്ചിയുടെ ഈ കാലിന്റെ ഭാഗത്ത് നന്നായി വിഷം തേച്ചിട്ടാണ് ഇറച്ചി കറി വെച്ചിട്ട് ആർക്ക് കൊടുത്തത്? നബിക്ക് കൊടുത്ത്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? കൊല്ലാന്ന് മാത്രല്ല, ശരിക്കുള്ള നബി ആണെങ്കിൽ ഇത് കഴിക്കൂല, കള്ള നബി ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് കഴിക്കും. കാരണം അറിയില്ലല്ലോ. നബി ഇത് എന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ അടുത്ത് വായിലിട്ട് ഉടനെ വഹി വന്നു തുപ്പുകയും ചെയ്തു. മനസ്സിലായോ? അതറിഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വഫാത്താകുന്ന സമയത്ത് പറഞ്ഞിട്ട്, അന്ന് ആ ജൂതപ്പെണ്ണ് വിഷം തന്നില്ല, അതിന്റെ വേദന എനിക്ക് ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉണ്ടായപ്പോൾ 40 ദിവസം തീ തിന്ന് കഴിയായിരുന്നവര്. 40 ദിവസം കഴിഞ്ഞ് വഹി ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. മറിഞ്ഞ കാര്യം അറിയെങ്കിൽ ആയിഷ നീ തെറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ കറാമത്തുകൾ ഇവർക്കുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സത്യത്തിൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ സിദ്ധിയാണോ? സിദ്ധിയല്ല, ഒരിക്കലും അല്ല. മറിച്ച് അള്ളാഹുവിലേക്ക് അവരടുക്കുമ്പോൾ അത് മുഖാന്തരം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആദരവാണത്. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് 2 സ്വഹാബികൾ വീട്ടിലേക്ക് പോയപ്പം ഇരുട്ടായിരുന്നു. 2 പ്രകാശഗോളങ്ങൾ അവരെ പിൻപറ്റി. സ്വഹീഹ് ബുഖാരിയിൽ പറയുന്നുണ്ട്. അതിൽ ഇവർ രണ്ടുപേരും 2 റൂട്ടിലേക്ക് തിരിഞ്ഞു പോയപ്പം ഒരു പ്രകാശഗോളം ഒരാളുടെ പുറകെയും മറ്റേ പ്രകാശഗോളം അടുത്ത ആളുടെ പുറകെയും പോയി. വീട്ടിലേക്ക് അവർ കയറി ചെന്നപ്പോൾ അത് എങ്ങോട്ടോ മായുകയും ചെയ്തു. അത് അള്ളാഹുവിന്റെ ആദരവായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഴങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ മിമ്പറിൽ കിട്ടിയത് അത് കറാമത്തായിരുന്നു, അല്ലാതെ സിദ്ധിയായിരുന്നില്ല. അപ്പൊ ഇതാണ് സിദ്ധി എന്നുള്ളൊരു വിശ്വാസമാണ്. ഞാൻ ഈ അടുത്ത കുറച്ചു മുമ്പ് കേട്ടതാണ്, ഒരു ഉമ്മാന്റെ വയറ്റിൽ കുട്ടി, ഗർഭത്തിൽ ആൺകുട്ടിയാണ്, പെൺകുട്ടിയാണ്. അതിനെ ആൺകുട്ടിയാക്കി തരാൻ വേണ്ടി അള്ളാഹിനോട് തേടിട്ടൊന്ന് രക്ഷയില്ല. അവസാനം ഷെയ്ഖിനോട് പോയി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഷെയ്ഖ് പറഞ്ഞു, നിന്റെ കുട്ടി ആണായിരിക്കുന്നു, പ്രസവിച്ചപ്പോൾ ആണാണ്. അപ്പം പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്ന ഷെയ്ഖ്. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ മുരീദിന്റെ റൂഹ് പിടിച്ചോണ്ട് പോയപ്പം അത് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് തിരിച്ചു തന്നില്ല. അവസാനം മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ആ റൂഹ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ തട്ടിപ്പറിച്ചെടുത്തിട്ട് അയാൾക്ക് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ മാലേ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധികളും കാര്യങ്ങളും ഒക്കെ പറയുന്നതൊന്നും തൗഹീദിന്റെ ഭാഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങൾ ഇതിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് തുറന്നുള്ള പരിപാടികളിലൂടെ മനസ്സിലാക്കാം. ഈ മനസ്സിലാക്കിയ ഭാഗങ്ങൾ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും ആളുകൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ അകപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൗഹീദിന്റെ ഇനങ്ങളും അതിലെ വ്യതിയാനം സംഭവിക്കുന്നതെല്ലാം നമ്മളോട് ചർച്ച ചെയ്തു. പക്ഷെ ഇതിനോട് അവസാനിക്കുന്നില്ല. നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പല മേഖലയിൽ നിന്നും പല രീതിയിലുമാണ് ചിന്തകളും പുതിയ ചിന്താധാരകളും പുതിയ വഴികളൊക്കെ കടന്നു വരുന്നത്. ഇതിനെക്കുറിച്ച് പ്രാഥമികമായി നമുക്ക് ഒരു അറിവുണ്ടാവണം. അപ്പോ ഇത് പഠനത്തിലൂടെ അവസാനിക്കാതെ വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം പങ്കെടുക്കുകയും അതുപോലെ അതിന്റെ വായനകളിലും എല്ലാം ഏർപ്പെടുകയും ചെയ്യണമെന്ന് ഇവിടെ അറിയിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിക്കുന്നതായിരുന്നു.